RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതിയെ 30 വർഷങ്ങൾക്ക് ശേഷം പിടികൂടി. മലപ്പുറം തിരൂർ അന്നാറ സ്വദേശി ഷാഹുൽ ഹമീദാണ് അറസ്റ്റിലായത്. 1994 തിരൂരിൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. സോണൽ കൃഷിയുണ്ട് നമുക്കൊപ്പം. സോണൽ, എന്തിനായിരുന്നു ഈ ഒരു കൊലപാതക ശ്രമം? ഇത്ര കാലം ഇയാൾ എവിടെയായിരുന്നു? ഇപ്പോൾ പോലീസിന് ഇയാളെക്കുറിച്ച് വിവരം കിട്ടിയത് എങ്ങനെയാണ്? 1994 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജില്ലാ ആശുപത്രിക്ക് മുൻവശത്ത് വെച്ച് RSS പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ പ്രതി കൂടിയായിട്ടുള്ള ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി കുത്തിക്കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അന്നത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊക്കെ വഴിവെച്ച സംഭവമായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കമ്മ്യൂണൽ വിഷയമായൊക്കെ തിരൂരിൽ അത് പിന്നീട് മാറുന്ന സംഭവമുണ്ടായി. അന്ന് ഈ പ്രതി ഷാഹുൽ ഹമീദ് ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി തിരൂർ പോലീസിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഏകദേശം 30 വർഷങ്ങൾക്കിപ്പുറമാണ് ഇയാൾ വീണ്ടും കേരളത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. തിരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി സിദ്ദിഖ് സാറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു സംഘം, അന്വേഷണ സംഘം അയാളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ അയാളെ കൃത്യമായി കണ്ടെത്തി അയാൾ ഇന്നെ കുറ്റിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം അയാളെ പിടികൂടുകയാണ് ഉണ്ടായത്. അങ്ങനെ 30 വർഷത്തിന് ശേഷം അയാളെ പിടികൂടുന്ന, ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഷാഹുൽ ഹമീദ് എന്നുമാണ് ഈ പ്രതിയുടെ പേര്. ഇയാൾ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇയാൾ ഹൈദരാബാദിലേക്ക്, അന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഹൈദരാബാദിലേക്ക് പോവുകയും പിന്നീട് അവിടെ ഒളിവിൽ താമസിക്കുക ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമൊക്കെ തന്നെ ഉണ്ട്. അതിനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ് തിരൂർ പോലീസും നിലവിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ അന്ന് രക്ഷപ്പെട്ട ആ പ്രതിയെ 30 വർഷത്തിന് ശേഷവും കേരള പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അയാളെ കൃത്യമായി നിരീക്ഷിച്ച് ഒടുവിൽ മലപ്പുറം ജില്ലയിൽ വെച്ച് തന്നെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യെസ്, അത് തന്നെയാണ് സോണൽ.